അതിന്റെ ട്രെയിലർ വന്നിരിക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തേർഡ് സിംഗിൾ ഇറങ്ങിയപ്പോൾ ഡി എ സിംഗിനെ കുറിച്ച് കുറേ കുറ്റും കുറവൊക്കെ ആൾക്കാർ പറഞ്ഞ് കുറേ മീൻസ് ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തിരിച്ചടിയായിട്ടാണ് നമ്മുടെ വെങ്കട് പ്രഭു ട്രെയിലർ വിട്ടത്. നോക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് വിജയനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ, മറ്റേതെപ്പോഴും ഓക്കെ ഇഷാണ്, ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റും. നമ്മളെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോൾ പഴയ കാലത്ത് സിനിമയിൽ വിജയൻ്റെ പിക്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ആണ് ഫേസ്. ജസ്റ്റ് ദാറ്റ് നമ്മൾ ഈ കാലത്ത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ഈ ഒരു ഫ്രെയിമിൽ, അതായത് പുതിയൊരു സിനിമയുടെ ഫ്രെയിമിൽ ആ ഒരു വിജയനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിങ്ക് ആകാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി സിനിമയിൽ അത് കുറച്ചും കൂടെ നമുക്ക് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. സ്ക്രീൻ പ്ലേയും അടിപൊളിയാണെങ്കിൽ പിന്നെ ഇതൊന്നും ആരും അധികം മാറ്റർ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വോട്ടവും പിന്നെ വെങ്കട് പ്രഭു ഒരു പ്രസ് മീറ്റ് പോലെ ഒരു പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്, അതായത് ഒരു ഫാൻസിനുള്ള ട്രീറ്റ് ആണ്. ബി പി ആണെങ്കിൽ നമുക്കറിയാലോ ആ പുള്ളിക്കാരൻ ഏത് ലെവലിൽ ചെയ്തു വയ്ക്കാം. അന്യ റെഫറൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ റെഫറൻസ് ട്രെയിലറിൽ തന്നെ അവർ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അണ്ണൻ വരാർ വഴിയപ്പെടുങ്ക, നമ്മുടെ ലോക്കി അണ്ണൻ്റെ സംഗതി. സത്യമോ കുടിക്ക മാട്ടേൻ മങ്കാത്ത റെഫറൻസ്, മരുതമണ്ടൈ മാമണി മുറുകയ ഗില്ലി റെഫറൻസ്, ഐ എം വെയിറ്റിംഗ് നമ്മുടെ ക്ലാസിക്. അങ്ങനെ ഇത് ലോഡ് കണക്കിന് റെഫറൻസ് ട്രെയിലറിൽ തന്നെ ഉണ്ട്. പടം ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇനിയും കുറെ കൂടെ തരും. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇത് തമിഴിലാണ് ഇത്രയും ഇവർ കാണിച്ചിരിക്കുമ്പോൾ നമ്മളെ ഹിന്ദിയിലെ ട്രെയിലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം തന്നെ ട്രെയിലർ സ്റ്റാർട്ട്സ് നൗ പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത്. അണ്ണാൻ വരാറ് വഴിയവിടങ്ങളെന്ന് ഹിന്ദി ട്രെയിലറിന് അകത്തില്ല. അതേപോലെ തന്നെ തമിഴിലെ അവസാനം ട്രെയിലറിൻ്റെ എൻഡിൽ ആ പാട്ടില്ല, മരുതമണി മാമണി മുറുകയ്യ, അതും ഹിന്ദിയിൽ തൂക്കിയിട്ടുണ്ട്. അവിടെ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഒരു മ്യൂസിക് വിജയ് ചെയ്യണ പോലെ ആക്കിയിട്ടാണ് അവർ പടച്ചു വിട്ടിരിക്കുന്നത്. प्लान बी नहीं, प्लान जेड तक है हमारे पास. അപ്പം അങ്ങനെ ഇതൊരു ഫാൻസിനുള്ള ട്രീറ്റും കൂടിയാണെന്നാണ് വി പി പറഞ്ഞു വെക്കുന്നത്. സോ അപ്പം അങ്ങനെയൊരു ഇതിൽ വരുമ്പോൾ എനിക്കറിയില്ല ഇത് എത്രത്തോളം വർക്കാകുന്നു. ഇപ്പം നമ്മുടെ ജഗതിച്ചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ആവാതിരുന്നാൽ മതിയായിരുന്നു. I'm waiting.